1,00,000 കോടി രൂപ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അധ്യാപകർക്ക് കൂടി കൊടുക്കാനുണ്ട്. എന്നിട്ട് ഒരു ഉത്തരവിറക്കിയേക്കാണ്. എന്താണെന്നറിയോ? അടുത്ത സാമ്പത്തിക വർഷം മുതൽ കൊടുക്കുമെന്ന്. അവർക്കറിയാം അടുത്ത സാമ്പത്തിക വർഷം അവരല്ല കൊടുക്കേണ്ടത്, ഞങ്ങളാണ് കൊടുക്കേണ്ടതെന്നറിയാം. ഞങ്ങൾ കൊടുക്കേണ്ടി വരും. പ്രഖ്യാപിച്ചേക്കാണ്. ഈ DA കുടിശ്ശിക വന്നിട്ട് എത്ര നാളായി, എത്ര മാസങ്ങളായി, എത്ര വർഷങ്ങളായി? എന്നിട്ട് ഒരു ഓർഡർ ഇറക്കിയിരുന്നെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടി വന്നേനെ. പോണ പോക്കിൽ ഒരു ഓർഡർ ഇറക്കിയിട്ട് അടുത്ത സാമ്പത്തിക വർഷം ചെയ്യും. ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കും. എപ്പോഴാണെന്നറിയോ? 2027. അപ്പൊ ആരാ ചെയ്യേണ്ടത്? പിന്നെ ഇപ്പൊ നടത്തിയിരിക്കുന്നത് പിൻവാതിൽ നിയമനങ്ങളാണ്. അതെല്ലാം UDF മന്ത്രിസഭ വരുമ്പോൾ അത് പുനഃപരിശോധിക്കും. അതെല്ലാം റദ്ദാക്കും. നിയമവിരുദ്ധമായിട്ടുള്ള പിൻവാതിൽ നിയമനങ്ങളാണ്. PSCയിലെ റാങ്ക് ലിസ്റ്റിലെ ആളുകൾ ഫസ്റ്റ് റാങ്ക് കിട്ടിയവർക്ക് പോലും പണി കൊടുക്കാതെ പിൻവാതിൽ നിയമനം നടത്തിയിരിക്കുക. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പോലും പോകുന്നില്ല. സംവരണ തത്വങ്ങൾ പോലും പാലിക്കാതെ ബാക്ക്ഡോർ അപ്പോയിന്റ്മെന്റിന്, പിൻവാതിൽ നിയമനത്തിന് ഒരു സംവരണ തത്വങ്ങളില്ലല്ലോ. തോന്നിയ പോലെ ചെയ്യാമല്ലോ. സ്വന്തക്കാരെ തിരികെ കയറ്റാമല്ലോ. തിരികെ അതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും. പിന്നെ ഈ സർക്കാരിന്റെ കാശെടുത്ത് നടത്തിയ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം, ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാർ മറുപടി പറയേണ്ടി വരും. എപ്പോ വേണമെങ്കിലും പ്രതീക്ഷിക്കാം.